1000 കൊല്ലം ആയുസ് കിട്ടിയിരുന്നെങ്കിൽ. മനുഷ്യർ പൊതുവെ കൂടുതൽ ആയുസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ, പക്ഷെ ഈ ഒരു കൂട്ട് കാരണം നോക്കി അവരെ നീതിയും ശൈലിയൊക്കെ അങ്ങനല്ലേ. വലിയ ആസ്തി ഉണ്ടാവും, വലിയ കാശുണ്ടാവും, ചെറിയ വീട്, ഭക്ഷണങ്ങൾക്കോ വസ്ത്രങ്ങൾക്കോ ഒന്നും വേണ്ട രീതിയിൽ ഉണ്ടാവൂല, കാശ് ചെലവാക്കൂല. അങ്ങനെയാണല്ലോ നമ്മുടെ മലബാർ ഏരിയയിലെ ആൾക്കാർ. ഇതൊക്കെ കേരളത്തിലില്ല. പിന്നെ ഇവർ ഈ അലികിതാബില്ലായിട്ട് ക്രിസ്ത്യന്മാരൊക്കെ അവരുടെയൊക്കെ പൊതുവായൊരു സ്വഭാവമല്ല. കുറേ കാലം ജീവിക്കാനുള്ള ഉദ്ദേശം, കാശ് ചെലവാക്കുന്ന രീതി, അതിലൊക്കെ പിന്നിലാണ്. അതൊന്നും അതിലൊക്കെ പിന്നെ കുറെ കാലം എന്ന രീതിയിൽ ചിന്തിച്ചത് കൊണ്ടാവും അങ്ങനെ ചെയ്യുന്നത്. 1000 കൊല്ലം ജീവിച്ചിരുന്നെങ്കിൽ എന്ന രൂപത്തിലാണ് അവരുടെ പോകുന്നത്. കുറെ കാലം ജീവിച്ചു എന്നുള്ളത് കൊണ്ട് അദാബുകളിൽ നിന്ന് ഒഴിവായി പോകുക എന്നുണ്ടാവില്ലല്ലോ. കുറെ കാലം ആയുസ് കിട്ടി, കുറെ കാലം കിട്ടി. ഇത് കാരണത്താൽ അദാബിൽ നിന്ന് ഒഴിവായി പോകുക എന്നുള്ള കാര്യമില്ല. നല്ലതുപോലെ ജീവിച്ചെങ്കിലല്ലേ കാര്യമുള്ളൂ. കുറെ ആയുസ് കിട്ടിയിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലോ, മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആൾക്കാർ നല്ല ആയുസ് കിട്ടും ചെയ്യുക. കിട്ടിയ ആയുസൊക്കെ നല്ലതിനു വേണ്ടി ചെലവാക്കാനും കഴിയും. കിട്ടിയ നല്ലതുപോലെ സമയം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയും. അത് വലിയൊരു തൗഫീഖാണ്. വലിയ വലിയ താബീകളിലും സ്വാലിഹീങ്ങളിലും ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ട ആൾക്കാരെ കാണാൻ കഴിയും. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു വെച്ച പർവ്വത സമാനമായ അമലുകൾ അത്ഭുതം തോന്നും. കുറഞ്ഞ പ്രായത്തിനുള്ളിലെ വലിയ വലിയ അമലുകൾ. അല്ലാഹു നമ്മുടെ സമയങ്ങളെ നല്ലതുപോലെ ചെലവഴിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. അല്ലാഹു അവർ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയുന്നവരാകുന്നു. ബസീറും ബിമാ യഅമലൂൻ. ഇവിടെ ജൂതരെ ബനൂ ഇസ്രായേലിന്റെ അധികാരങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മറുവായന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനാണ് എന്നോ കഴിഞ്ഞു പോയ ആ ജനതയെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പറയണം. നമ്മളൊരിക്കലും ഈ കൗം ഒരിക്കലും നന്നായി പോകരുത്. അവരുടെ സ്വഭാവങ്ങളും രീതികളും ഒക്കെ നമുക്ക് അങ്ങനെ വിശദീകരിച്ചത് എന്തിനാണ്? നമുക്കൊരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാവരുത്. മുസ്ലിമിയോട് അവരുടെ ആളുകൾ ചെയ്ത ആ ധിക്കാര പ്രവർത്തനങ്ങൾ ഒരിക്കലും നമ്മുടെ ഭാഗത്ത്, നമ്മുടെ കൗമിന്റെ ഭാഗത്ത് ഉണ്ടാവരുത്. അവർക്കുണ്ടായ നാശങ്ങളും പ്രശ്നങ്ങളും അതിന്റെ കാരണങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ബഖറയിൽ പറഞ്ഞു, അഴാബിൽ പറയുന്നു, പല ഭാഗങ്ങളിൽ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മൾ ബോധമുള്ളവരാവാൻ വേണ്ടിയിട്ടാണ്. ചരിത്രമാണല്ലോ ഏറ്റവും വലിയ അഴിബരം, ഏറ്റവും വലിയ പാഠം. കുറേ ആശയങ്ങൾ പറയാനതിനേക്കാൾ അപ്പുറം കഴിഞ്ഞു പോയ ജനതയിലുണ്ടായ അവർക്ക് സംഭവിച്ച കാര്യങ്ങൾ, അവരുടെ ജീവിതം, അവരുടെ ചരിത്രം, അത് മനുഷ്യർക്ക് വലിയ പാഠം നൽകുന്ന ഏത് കാലത്തും. ചരിത്രമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ നന്നാക്കുന്ന ഒരു സാധനം. വലിയൊരു മൗഇദത്താണ്, ഇബ്റാത്താണ് ചരിത്രങ്ങളും. അതുകൊണ്ടാണ് ചരിത്രങ്ങളെ ഖുർആൻ ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നല്ലവരെ കൂടെ കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്.